وأسروا قولكم أو اجهروا به إنه عليم بذات الصدور. السلام عليكم ورحمة الله. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هو الذي جعل لكم الأرض ذلولا فامشوا في مناكبها وكلوا من رزقه وإليه النشور. أأمنتم من في السماء أن يخسف بكم الأرض فإذا هي تمور، أم أمنتم من في السماء أن يرسل عليكم حاصبا فستعلمون كيف نذير. ولقد كذب الذين من قبلهم فكيف كان نكير. പ്രിയപ്പെട്ട വിശ്വാസികളെ, വിശ്വാസിനികളെ, രഹസ്യവും പരസ്യവുമായ സർവ്വ മേഖലകളിലും അള്ളാഹുവിൻ്റെ കൽപ്പന, നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ കാത്തുസൂക്ഷിച്ച് യഥാർത്ഥ മുത്തഖീങ്ങളായി, മുവഹിദുകളായി ജീവിതത്തെ ക്രമപ്പെടുത്താൻ കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഏവരോടും ഏറെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് നൽകുകയാണ്. 67-ാം അധ്യായമായ സൂറത്തുൽ മുൽക്കാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്. അതിലെ 14 ആയത്തുകൾ നാം പഠിച്ചു കഴിഞ്ഞു. ഇന്ന് 15 മുതൽ 18 വരെയുള്ള 4 ആയത്തുകളാണ് നാം പഠിക്കുന്നത്. പഠിക്കാനും പകർത്താനും അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുവാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കിയത്, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ബോധ്യപ്പെടുത്തിയത്, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണമെന്നും നിങ്ങൾ ചെയ്യുന്ന രഹസ്യവും പരസ്യവുമായ സർവ്വകാര്യങ്ങളും റഹ്മാനായ റബ്ബ് അറിയുന്നുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിലുള്ളത് പോലും അലീമും ബിദാത്തി സുദൂർ, ഹൃദയങ്ങളിലുള്ളത് പോലും അറിയുന്നവനാണ് അവൻ. അങ്ങനെ അദൃശ്യനായ നിലയിൽ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്ക് ലഹും മഗ്ഫിറത്തും വ അജ്റുൻ കബീർ, പാപമോചനവും ഉന്നതമായ പ്രതിഫലം അഥവാ മഹത്തായ സ്വർഗവും ഉണ്ട് എന്ന സന്തോഷ വാർത്തയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ളത്. ആ സ്വർഗത്തിലെത്താൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ ഇണകൾ, നാം സ്നേഹിക്കുകയും നമ്മെ സ്നേഹിക്കുകയൊക്കെ ചെയ്ത ആളുകൾ, എല്ലാവർക്കും അള്ളാഹു സ്വർഗം വുജൂബാക്കുകയും അവന്റെ മഗ്ഫിറത്ത് നേടിയെടുക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. ഹുവല്ലദീ ജഅല ലകുമുൽ അർള ദലൂലൻ ഫംശൂ ഫീ മനാകിബിഹാ വകുലൂ മിർ റിസ്ഖിഹി വഇലൈഹിൻ നുശൂർ. കഴിഞ്ഞ വചനങ്ങളിൽ അള്ളാഹ് പറഞ്ഞത്, അള്ളാഹുവിനെ മാത്രം ഭയപ്പെട്ട് ജീവിക്കണം, അദൃശ്യനായ നിലയിൽ അവനെ ഭയപ്പെടണം, എല്ലാം അറിയുന്നവനാണ് അവൻ, നിങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കിയവൻ അവനാണ്, നിഗൂഢമായ രഹസ്യങ്ങൾ പോലും അറിയുന്നവൻ അവനാണ് എന്ന് പറഞ്ഞിട്ട് 15-ാമത്തെ വചനത്തിൽ അള്ളാഹ് പറയുന്നത്, നാം ജീവിക്കുന്ന ഭൂമിയെ കുറിച്ച് നമ്മെ ബോധ്യപ്പെടുത്തുകയാ. നാം ജീവിക്കുന്ന, നാം നടക്കുന്ന, നാം സഞ്ചരിക്കുന്ന, നാം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഈ ഭൂമിയെ കുറിച്ച് അല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ചു തരിക. ഹുവ അവൻ, അല്ലദീ ഒരുവനാണ്, ഹുവല്ലദീ അവൻ ഒരുവനാണ്, ജഅല ലക്കും ജഅല അവൻ ആക്കിയിരിക്കുന്നു, ലക്കും നിങ്ങൾക്ക്, അൽ അർള ഭൂമിയെ, ദലൂല കൃത്യമായി പാകപ്പെടുത്തി തന്നവനാണവൻ. ദലൂല് പാകപ്പെടുത്തിയവൻ, വിധേയമാക്കി തന്നവൻ. ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂല, അള്ളാഹു ആകുന്നു നിങ്ങൾക്ക് ഭൂമിയെ വിധേയമാക്കി പാകപ്പെടുത്തി തന്നവൻ.
അതുകൊണ്ട് ഫംഷൂ, അതിനാൽ നിങ്ങൾ നടന്നുകൊള്ളുക, നിങ്ങൾ സഞ്ചരിക്കുക. ഫീ മനാകിബിഹാ, മനാകിബ് പറഞ്ഞ തോള് എന്ന അർത്ഥം. മനാകിബ് തോളുകൾ, ചുമലുകൾ. ഫീ മനാകിബിഹാ, അതിന്റെ ചുമലുകളിലൂടെ, അതിന്റെ തോളുകളിലൂടെ, അഥവാ അതിന്റെ വഴികളിലൂടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ നൽകിയിട്ടുള്ള വഴികളിലൂടെ നിങ്ങൾ സഞ്ചരിച്ചു കൊള്ളുക. മാത്രവുമല്ല വകുലൂ, നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യുക, മിർ റിസ്ഖിഹി, അല്ലാഹുവിന്റെ ഉപജീവനത്തിൽ നിന്ന്, മിർ റിസ്ഖിഹി, അവന്റെ ഉപജീവനത്തിൽ നിന്ന്, കുലു, നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യുക. അപ്പൊ അതിന്റെ ചുമലിലൂടെ നിങ്ങൾ നടക്കുകയും അള്ളാഹുവിന്റെ ഉപജീവനത്തിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്തു കൊള്ളുക. വ ഇലൈഹി, അള്ളാഹുവിങ്കലേക്ക്, അന്നുഷൂർ, നിങ്ങളുടെ മടക്കം, നിങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പ് അള്ളാഹുവിങ്കലേക്കാകുന്നു. ഇതാണ് ഈ ആയത്തിന്റെ അർത്ഥം. ആകാശഭൂമികളെ സൃഷ്ടിച്ചിരിക്കുന്നത് അള്ളാഹു ആകുന്നു. അതോടൊപ്പം ഈ ഭൂമിയെ അള്ളാഹു തആല നമുക്ക് കൃത്യമായി കീഴ്പ്പെടുത്തി തരികയും യാത്ര ചെയ്യാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഏർപ്പെടുത്തി തരികയും നമ്മുടെ ആവശ്യങ്ങൾ ഈ ഭൂമിയിൽ നിർവഹിക്കാൻ സാധ്യമാകുന്ന വിധം, അത് കൃഷികളാകട്ടെ, അല്ലെങ്കിൽ കെട്ടിട നിർമ്മാണങ്ങളാകട്ടെ, നമ്മുടെ സഞ്ചാരങ്ങളാകട്ടെ, അതിനെല്ലാം എല്ലാ ആവശ്യങ്ങൾക്കും ചെറുതും വലുതുമായ അടുത്തും ദൂരെയുമുള്ള രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഏർപ്പെടുത്തി തന്നിട്ടുണ്ട്. വൽ അർള വദഅഹാ ലിൽ അനാം, മറ്റൊരായത്തിലൂടെ അല്ലാഹു പറയുന്നുണ്ട്, ഭൂമിയെ അല്ലാഹു മനുഷ്യർക്കായി വെച്ചിരിക്കുന്നതാണ്. വൽ അർള, ഭൂമിയെ, വദഅഹാ, അതിനെ വെച്ചിരിക്കുന്നു, ലിൽ അനാമി, മനുഷ്യർക്ക് വേണ്ടിയാണ്. അപ്പൊ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ ഭൂമിയിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൃത്യമായി യാത്ര ചെയ്യുവാൻ, നമ്മുടേതായിരിക്കുന്ന ഉപജീവന മാർഗങ്ങൾ അന്വേഷിക്കുവാൻ, കച്ചവടം ചെയ്യാൻ, ജോലി ചെയ്യാൻ, അതിനൊക്കെ സാധ്യമാകുന്ന രീതിയിലാണ് മനുഷ്യരാകുന്ന നമുക്ക് വേണ്ടി റഹ്മാനായ റബ്ബ് അതിനെ പാകപ്പെടുത്തിയിട്ടുള്ളത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ. അള്ളാഹുവാണ് അതിനെല്ലാം നിങ്ങൾക്ക് അത് പാകപ്പെടുത്തി തന്നിട്ടുള്ളത്, അത് വിധേയമാക്കി തന്നിട്ടുള്ളത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഫംശൂ ഫീ മനാകിബിഹാ, നിങ്ങൾ സഞ്ചരിക്കുക, അതിനെ കൃത്യമായി നിങ്ങൾ ഉപയോഗപ്പെടുത്തൂ എന്ന കൃത്യമായ പ്രോത്സാഹനം അല്ലാഹു തആല നൽകുകയാണ്. നിങ്ങൾക്കെല്ലാം ഉണ്ട് ദുനിയാവിൽ, നിങ്ങൾക്ക് ജീവിക്കാനുള്ള അവസരങ്ങളുണ്ട്, നിങ്ങൾക്ക് എവിടെയും പോയി സഞ്ചരിക്കാനുള്ള അവസ്ഥകളുണ്ട്, എല്ലാം അല്ലാഹു തആല പാകപ്പെടുത്തി തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഫംശൂ ഫീ മനാകിബിഹാ, നിങ്ങൾ യാത്ര ചെയ്തോളൂ, അതിന്റെ മുകളിലൂടെ സഞ്ചരിച്ചോളൂ നിങ്ങൾ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, എന്ത്? വകുലൂ മിർ റിസ്ഖിഹി, അല്ലാഹുവിന്റെ ഉപജീവനത്തിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്തോളൂ എന്നതാണ് കൃത്യമായ പ്രോത്സാഹനം. ഭൂമിയെ ഉപയോഗപ്പെടുത്താനുള്ള പ്രോത്സാഹനം അല്ലാഹു തആല നൽകി. അതിൽ നിന്ന് ഉപജീവനം കണ്ടെത്തുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സാധ്യതകൾ നമുക്ക് പഠിപ്പിച്ചു തന്നു. എന്നാൽ എല്ലാം അല്ലാഹു തരും എന്ന് കരുതി ഒരിക്കലും അലസമായി ഇരിക്കരുതെന്ന് കൃത്യമായ സൂചനയാണ് ഈ ആയത്തിൽ. എല്ലാം അല്ലാഹുവിൽ തവക്കുലാക്കി, എനിക്ക് ഭക്ഷണം, എന്റെ കുടുംബത്തിന് ഭക്ഷണം അത് അല്ലാഹു തന്നുകൊള്ളും എന്ന് കരുതിയിട്ട്, ഭൂമി എനിക്ക് പാകപ്പെടുത്തി തന്നവനാണവൻ എന്ന് കരുതി നിങ്ങൾ വീട്ടിന്റെ മൂലയിൽ ഒതുങ്ങിയിരിക്കേണ്ടവരല്ല. മറിച്ച് നിങ്ങൾ ജോലി ചെയ്യണം, ആ ഉപജീവനം തേടി ഇറങ്ങണം എന്ന കൃത്യമായ സൂചന ഈ ആയത്തിൽ നമുക്ക് കാണാവുന്നതാണ്. അതോടുകൂടെ തന്നെ ഉപജീവന വിഷയത്തിലും സമ്പാദ്യത്തിലും മാത്രം ശ്രദ്ധ ചെലുത്തി ഇനി വരാനുള്ള സൃഷ്ട ജീവിതത്തിന്റെ കാര്യത്തെക്കുറിച്ച് മറന്നുകൊണ്ടുള്ള ഒരു ജീവിതം നിങ്ങൾ നയിക്കരുത് എന്ന ഒരു ഓർമ്മപ്പെടുത്തലും കൂടെ ഈ ആയത്തിന്റെ അവസാനത്തിൽ നമുക്ക് കാണാം. കൃത്യമായിരിക്കുന്ന സന്ദേശങ്ങൾ നൽകി. ദുനിയാവ് നിങ്ങൾക്ക് വേണ്ടി അല്ലാഹു പാകപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ ദുനിയാവിലൂടെ സഞ്ചരിക്കൂ എന്ന് പറഞ്ഞു. എന്നിട്ട് അതിന്റെ ഉപജീവനം നിങ്ങൾ കണ്ടെത്തുക തന്നെ ചെയ്യണം എന്ന് അല്ലാഹു തആല പറഞ്ഞു. എന്നിട്ട് അല്ലാഹു ആയത്ത് അവസാനിപ്പിക്കുന്നത് നോക്ക്, വ ഇലൈഹിൻ നുശൂർ. പക്ഷേ ഈ ദുനിയാവിന് വേണ്ടി, അതിനു വേണ്ടി മാത്രം ചിലവഴിച്ച് സ്വന്തത്തിനും കുടുംബത്തിനും വേണ്ടി മാത്രം സമയവും സന്ദർഭവും ആരോഗ്യവും മനക്കെടുത്തി പരലോകത്തെ മറന്നു കളയുന്നവരാകരുത് എന്ന ശക്തമായ താക്കീത് ആ ആയത്തിൽ. വ ഇലൈഹിൻ നുശൂർ, അള്ളാഹുവിങ്കലേക്കാണ് നിങ്ങളുടെ തിരിച്ചുപോക്കുള്ളത് എന്ന ആ വാക്കിലൂടെ ഭൂമിയിൽ ജീവിക്കുന്നതിലൂടെ അത് മാത്രമാകരുത് നിങ്ങളുടെ ചിന്ത. അള്ളാഹനെ മറന്നുകൊണ്ട് ഉള്ള ഒരു ജീവിതമാകരുത്. എന്നാൽ ദുനിയാവിലൂടെ സഞ്ചരിക്കണം, അതിലുള്ള വിഭവങ്ങൾ കണ്ടെത്തണം, ജോലി ചെയ്യണം, എല്ലാം വേണം എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞു. എന്നാൽ അതിനു വേണ്ടി മാത്രമാകരുതേ,
മരണാനന്തരം ഒരു ജീവിതമുണ്ട്, അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടതുണ്ട്. ആ പരലോകത്തേക്ക് വേണ്ടി നിങ്ങൾ സമ്പാദിക്കുന്നതിൽ നിന്ന് അതിന് ഒട്ടും അമാന്തം കാണിക്കരുത് എന്ന ഓർമ്മപ്പെടുത്തലോടുകൂടെയാണ് ആ ആയത്ത് അവസാനിപ്പിക്കുന്നത്. أأمنتم من في السماء أن يخسف بكم الأرض فإذا هي تمور. أأمنتم നിങ്ങൾ നിർഭയരായോ? അമിൻതും നിങ്ങൾ നിർഭയരായോ? ഒരു പേടിയും ഇല്ലാത്തവരായിട്ടാണോ നിങ്ങൾ ജീവിക്കുന്നത്? ആര് നിർഭയനായോ? മംഫിസ്സമാ, ആകാശത്തിലുള്ളവനെ നിങ്ങൾ നിർഭയനാണോ? അയ്യഖ്സിഫ, അവൻ ആഴ്ത്തിക്കളയുന്നതിനെ, ബിക്കും നിങ്ങളെ അവൻ ആഴ്ത്തിക്കളയുന്നതിനെ. എവിടേക്ക്? അൽ അർള, ഭൂമിയിൽ. അഅമിൻതും മൻ ഫിസ്സമാഇ അൻ യഖ്സിഫ ബികുമുൽ അർള്, ആകാശത്തുള്ളവൻ നിങ്ങളെ ഭൂമിയിൽ ആഴ്ത്തിക്കളയുന്നതിനെ പറ്റി നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ? ഫഇദാ, അപ്പോൾ ഹിയ തമൂർ, ആ ഭൂമി ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കും. ഫഇദാ ഹിയ തമൂർ, അപ്പോൾ ആ ഭൂമി ശോഭിച്ച് കിടിലം കൊള്ളുന്നതാണ് എന്നാണ് ഈ ആയത്തിന്റെ അർത്ഥം. തമൂർ ഇളകി മറിയുക, അല്ലെങ്കിൽ ശോഭിക്കുക, കിടിലം കൊള്ളുക എന്നൊക്കെയാണ് തമൂറിന്റെ അർത്ഥം. ഇനി 17ാമത്തെ വചനം. അം അമിൻതും മൻ ഫിസ്സമാഇ അൻ യുർസില അലൈക്കും ഹാസിബ ഫസതഅലമൂന കൈഫ നദീർ. അം അമിൻതും, അതല്ലെങ്കിൽ നിങ്ങൾ നിർഭയരാണോ? മൻ ഫിസ്സമാ, ആകാശത്തിലുള്ളവനെ, ഐ യുർസില, അവൻ അയക്കുന്നത്, യുർസില അയക്കുക, അലൈക്കും നിങ്ങളുടെ മേൽ, ഹാസിബ ചരൽ വർഷം, ഹാസിബ് ചരൽ കാറ്റ്, ചരൽ വർഷം, ഇതൊക്കെയാണ് ഹാസിബിന്റെ അർത്ഥം. അം അമിൻതും മൻ ഫിസ്സമാഇ അൻ യുർസില അലൈക്കും ഹാസിബ, അതല്ല ആകാശത്തുള്ളവൻ നിങ്ങളുടെ നേരെ ഒരു ചരൽ വർഷം അയക്കുന്നതിനെ പറ്റി നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ? ഫസതഅലമൂന കൈഫ നദീർ. ഫസതഅലമൂന, എന്നാൽ നിങ്ങൾക്ക് അറിയും, നിങ്ങൾ അറിഞ്ഞുകൊള്ളും. ഫസതഅലമൂന, വഴിയെ ശേഷം നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. കൈഫ നദീർ, എന്റെ താക്കീത് എങ്ങനെയുണ്ട് എന്ന്. കൈഫ, എങ്ങനെയാണ്, നദീർ എന്റെ താക്കീത് എങ്ങനെയുണ്ട് എന്ന് ശേഷം നിങ്ങൾക്ക് വഴിയെ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക തന്നെ ചെയ്യും. ഇതാണ് ഈ ആയത്തിന്റെ അർത്ഥം. അതല്ല ആകാശത്തുള്ളവൻ നിങ്ങളുടെ നേരെ ഒരു ചരൽ വർഷം അയക്കുന്നതിനെ പറ്റി നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ? എന്റെ താക്കീത് എങ്ങനെയുണ്ട് എന്ന് ശേഷം നിങ്ങൾ അറിഞ്ഞുകൊള്ളുക തന്നെ ചെയ്യും. അതാണ് 17ാമത്തെ വചനത്തിന്റെ അർത്ഥം. 16, 17 ഈ രണ്ട് ആയത്തുകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് മംഫിസ്സമാ, ആകാശത്തിലുള്ളവൻ എന്നതാണ്. മംഫിസ്സമാ, ആകാശത്തിലുള്ളവൻ. നമുക്കറിയാം അത് അള്ളാഹുവിനെ കുറിച്ചാണ്. എന്നാൽ പലരും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലായിടത്തുമുണ്ട് എന്ന ഒരു വാദമുണ്ട്. അള്ളാഹു എല്ലായിടത്തുമുണ്ട്. ആ വാദം തീർച്ചയായും തെറ്റാണെന്നും റഹ്മാനായ റബ്ബ് ആകാശത്തിലാണ് എന്നും ഈ ആയത്തിൽ നിന്ന് വളരെ വ്യക്തമായി തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് നമുക്ക് കാണാം. അലാ തഅമനൂനി വ അന അമീനും മൻ ഫിസ്സമാ, നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലേ? അല്ലാഹുവിന്റെ റസൂൽ പറയാ, എന്നെ നിങ്ങൾക്ക് വിശ്വാസമില്ലേ? ആകാശത്തിലുള്ളവന്റെ വിശ്വസ്തനാകുന്നു ഞാൻ. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ആകാശത്തിലുള്ളവൻ എന്നതാണ്. അല്ലാഹുവിന്റെ റസൂൽ വിവിധ സന്ദർഭങ്ങളിൽ അള്ളാഹു ആകാശത്തിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അള്ളാഹു ആകാശത്തിലാണ് എന്ന് പറയുമ്പോ ഇപ്പൊ നമുക്ക് കഴിഞ്ഞ ആയത്തിൽ നമ്മൾ മനസ്സിലാക്കിയതുപോലെ നമുക്ക് പരിചയമുള്ള ഒരൊറ്റ ആകാശമേ ഉള്ളൂ. 7 ആകാശത്തെ അല്ലാഹു തആല പടച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് പരിചയമുള്ള, നമ്മൾ കണ്ടിട്ടുള്ള ഒരൊറ്റ ആകാശമാണ്. അള്ളാഹു ആകാശത്തിലാണെന്ന് പറയുമ്പോൾ നാം കാണുന്ന ഈ ആകാശത്തിനകത്താണ് അള്ളാഹു എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റുന്നതല്ല. കാരണം ഈ ആകാശങ്ങളെല്ലാം സൃഷ്ടിച്ചത് റഹ്മാനായ റബ്ബാണ്. അതുകൊണ്ട് തന്നെ ഈ ആകാശങ്ങളുടെ എല്ലാം ഉപരിയിലാണ് അള്ളാഹു എന്നാണ് തീർച്ചയായും ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്. നാം കാണുന്ന ഈ ആകാശത്തിലാണ് അള്ളാഹു എന്ന ആ ഒരു ധാരണയുണ്ടാകരുത്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എവിടെയാണ്? ആകാശത്തിലാണ്. അതെവിടെയാണ്? അതിനെക്കുറിച്ച് ചിന്തിക്കുകയോ അത്തരത്തിലുള്ള ഒരു ധാരണയൊന്നും, അതിനെക്കുറിച്ചുള്ള ഒരു സങ്കല്പമൊന്നും നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകുവാനും പാടില്ല. അത് കഴിഞ്ഞ പല സൂറത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിൽ ഉപവിഷ്ടനാണ്. സൂറത്തുർ റഹ്മാൻ വിശദീകരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു അല്ലാഹു അർശിൽ ഉപവിഷ്ടനാണ്. അത് കൃത്യമായി വിശുദ്ധ ഖുർആൻ പറഞ്ഞതാ. പക്ഷെ അല്ലാഹു തആല എങ്ങനെയാണ് ഉപവിഷ്ടൻ? അതിന്റെ രൂപവും അതിന്റെ ഭാവവും ഒന്നും ചോദിക്കാൻ പാടില്ല.
അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം നമുക്കില്ല. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് എന്താണോ നമുക്ക് പഠിപ്പിച്ചു തന്നത്, ആ പഠിപ്പിച്ചു തന്നത് അത് അങ്ങനെ തന്നെ അതിനെ ചോദ്യം ചെയ്യാതെ വിശ്വസിക്കുക എന്നതാണ് വിശ്വാസികളാകുന്ന എന്റെയും നിങ്ങളുടെയും ബാധ്യത എന്നതാണ് ഈ രണ്ടായത്തിൽ നിന്ന് ഒന്നാമത്തത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രണ്ടാമത്തെ കാര്യം 15-ാമത്തെ ആയത്തിന്റെ തുടർച്ചയാണ് 16, 17 ആയത്തുകൾ. 15-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞത്, ഭൂമിയെ നിങ്ങൾക്ക് അള്ളാഹു വിധേയമാക്കി തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഭൂമിയിലൂടെ നിങ്ങൾ സഞ്ചരിക്കുക, അള്ളാഹുവിന്റെ ഉപജീവനത്തിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുക, എന്നാൽ അള്ളാഹുവിങ്കലേക്ക് തിരിച്ചു പോകേണ്ടവരാണ് എന്ന ഒരു ധാരണ നിങ്ങൾക്ക്, ആ ഒരു ചിന്ത എപ്പോഴും നിങ്ങൾക്ക് ഉണ്ടാകണമെന്നുമുള്ള ഓർമ്മപ്പെടുത്തലാണ്. എന്നാൽ 16, 17 ആയത്തുകളിലൂടെ അള്ളാഹു ബോധ്യപ്പെടുത്തുന്നത് എന്താണ്? അക്രമങ്ങളിലും അതിരുവിട്ട ജീവിതത്തിലും അനുസരണക്കേടിലുമായി ഈ ദുനിയാവിനെ ഉപയോഗപ്പെടുത്തുന്ന ആളുകൾക്ക് ശക്തമായ ശിക്ഷയുണ്ടാകുമെന്നും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നടപടികൾ, അള്ളാഹുവിന്റെ നടപടിക്രമം അത് നിർബന്ധമാണ് എന്നുള്ള ശക്തമായ താക്കീതും ഭയപ്പെടുത്തലുമാണ് ഈ 16, 17 ആയത്തുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നടത്തുന്നത്. ദുനിയാവിലൂടെ നിങ്ങൾക്ക് സഞ്ചരിക്കാം, അള്ളാഹു നൽകിയിട്ടുള്ള ഉപജീവനം നിങ്ങൾക്ക് കണ്ടെത്തുകയും ഭക്ഷിക്കുകയും ഒക്കെ ചെയ്യാം. പക്ഷേ തോന്നിയതുപോലെ വിഹരിക്കുവാനും തോന്നിയതുപോലെ ഹറാമും ഹലാലും നോക്കാതെ ഉപജീവനങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുവാനും ഒരിക്കലും മനുഷ്യന് പാടില്ല. നിങ്ങൾക്ക് ഉപജീവനം കണ്ടെത്താം, പക്ഷേ അവിടെ ഹറാമും ഹലാലും നോക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ കൽപ്പനകൾ കൃത്യമായി അനുസരിക്കേണ്ടതുണ്ട്. ദുനിയാവിലൂടെ ജീവിക്കുമ്പോൾ നിങ്ങളുടെ ഭക്ഷണ വിഭവങ്ങൾ നിങ്ങൾ കണ്ടെത്തുമ്പോൾ അള്ളാഹുവിനെ ഭയപ്പെടേണ്ടതുണ്ടെന്നും, അങ്ങനെ പടച്ചവനെ പേടിക്കാതെ തോന്നിയതുപോലെയാണ് നിങ്ങളുടെ ജീവിതം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി സത്യനിഷേധികളായി ജീവിക്കുന്നതെങ്കിൽ, അത്തരം സത്യനിഷേധികളായി തോന്നിവാസികളായി ജീവിക്കുന്ന ആളുകളോട് അല്ലാഹു തആല പറയുകയാണ്, അത്തരം മനുഷ്യരോട് അല്ലാഹു തആല നൽകുന്ന താക്കീത്, നിങ്ങളെ ഭൂമിയിൽ ആഴ്ത്തിക്കളയുന്നതിനെ പറ്റിയും നിങ്ങളുടെ നേരെ ഒരു ചരൽ വർഷം അയക്കുന്നതിനെ പറ്റിയും നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ എന്ന് അത്തരം മനുഷ്യരോടാണ് ചോദിക്കുന്നത്. ഭൂമിയിലൂടെ നിങ്ങൾ സഞ്ചരിക്കുമ്പോ, ആ ഭൂമിയിൽ നിന്ന് ഉപജീവനം അന്വേഷിച്ചിറങ്ങുമ്പോ, കച്ചവടം ചെയ്യുമ്പോ, ജോലി ചെയ്യുമ്പോ അള്ളാഹുവിനെ മറന്നുകൊണ്ട് ഇതൊന്നും ആകരുത്. അങ്ങനെ മറന്നുകൊണ്ട് ആയാൽ ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളയുന്നതിനെ കുറിച്ച് നിങ്ങൾ ഒരിക്കലും തന്നെ നിർഭയരായിരിക്കേണ്ടതില്ല. ചരൽ വർഷം നിങ്ങളിലേക്ക് അയക്കുന്നതിനെ നിങ്ങൾ ഒരിക്കലും നിർഭയരായിരിക്കേണ്ടതില്ല എന്ന ശക്തമായ ഒരു താക്കീത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല 16-ാമത്തെ ആയത്തിന്റെ അവസാനം അല്ലാഹു പറഞ്ഞു, ഫഇദാ ഹിയ തമൂർ, ആ ഭൂമി ഇളകി മറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് സൂചിപ്പിക്കുന്നു. നിങ്ങൾ നാശമടയുന്നത് വരെയും നിങ്ങൾ ജീവിക്കുന്ന നിങ്ങളുടെ ഭൂമി അത് ഇളകി മറഞ്ഞുകൊണ്ടിരിക്കുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കറിയാം ഭൂമിയിൽ നമ്മളെക്കാളോ കൂടുതൽ ശക്തമായ സമ്പാദ്യമുണ്ടായിരുന്നവർ, നല്ല ആരോഗ്യമുണ്ടായിരുന്നവർ, അധികാരമുണ്ടായിരുന്ന പലരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പല രീതിയിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. പല രീതിയിലാണ് അവരെ സൃഷ്ടിച്ചത്. ആ ശിക്ഷകളുടെ വിവിധ രൂപങ്ങൾ അല്ലാഹു പഠിപ്പിച്ചിടത്ത് നമുക്ക് കാണാൻ കഴിയും. ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞുകൊണ്ടും ചരൽ വർഷം നടത്തിയിട്ടും പലരെയും അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ടവരാണ് ഇസ്ലാമിന്റെ വൈരികളായിരുന്ന ശത്രുക്കളായ ഖാറൂൻ. അതേ പ്രകാരം ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനത, അവരെ അല്ലാഹു തആല നശിപ്പിച്ചത് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഫഖസഫനാ ബിഹി വബിദാരിഹിൽ അർള ഫമാ കാന ലഹു മിൻ ഫിഅതിൻ യൻസുറൂനഹു മിൻ ദൂനില്ലാഹി വമാ കാന മിനൽ മുൻതസിരീൻ. ഖാറൂനിനെ അല്ലാഹു തആല നശിപ്പിച്ചു. ദുനിയാവിൽ അല്ലാഹു പലതും അവന് കൊടുത്തു, ധാരാളം സമ്പാദ്യം കൊടുത്തു. പക്ഷേ അല്ലാഹു കൊടുത്തിട്ടുള്ള സമ്പാദ്യത്തിൽ അവൻ അഹങ്കരിച്ചു, തോന്നിയതുപോലെ അത് സമ്പാദിച്ചു, അത് വാരിക്കൂട്ടി. അപ്പോൾ അല്ലാഹു എന്ത് ചെയ്തു? ഫഖസഫനാ ബിഹി വബിദാരിഹി, അവനെയും അവന്റെ ആ സമ്പത്തിനെയും അവന്റെ ഭവനത്തെ പോലും നാം ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. ഖാറൂനിനെ ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുണ്ട്. അതുപോലെ മറ്റൊരു അല്ലാഹുവിന്റെ ശിക്ഷാ രീതിയാണെന്ത്? ചരൽ വർഷം അയക്കുക എന്നത്. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനതയെ നശിപ്പിച്ചത് അല്ലെങ്കിൽ അവരെ സൃഷ്ടിച്ചത് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. കദ്ദബത ഖൗമു ലൂത്തിൻ ബിന്നുദരി ഇന്നാ അർസൽനാ അലൈഹിം ഹാസിബാ. ലൂത്തിന്റെ ജനത താക്കീതുകളെ നിഷേധിച്ചു കളഞ്ഞു. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ കൽപ്പന സ്വീകരിക്കാൻ ആ ജനത തയ്യാറായില്ല. അപ്പോൾ എന്ത് ചെയ്തു? ഇന്നാ അർസൽനാ അലൈഹിം ഹാസിബാ, നാം അവരുടെ നേരെ ഒരു ചരൽ കാറ്റിനെ അങ്ങ് അയച്ചു. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ കുടുംബം അഥവാ അദ്ദേഹത്തിൽ വിശ്വസിച്ച ആളുകളല്ലാത്ത മുഴുവൻ ആളുകളും ആ രാത്രിയുടെ അന്ത്യവേളയിൽ പ്രവാചകനെ രക്ഷപ്പെടുത്തുകയും അവരെ മുഴുവനും അല്ലാഹു തആല നശിപ്പിച്ചു കളയുകയും ചെയ്തു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ ഈ ആയത്തിലൂടെ അല്ലാഹു പറയുന്നത്, ദുനിയാവിലൂടെ നിങ്ങൾക്ക് സഞ്ചരിക്കാം,
നിങ്ങൾക്ക് ഭക്ഷിക്കാം, നിങ്ങൾക്ക് കൃഷി ചെയ്യാം, ജോലി ചെയ്യാം, എല്ലാം നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ അള്ളാഹുവിനെ മറക്കരുത്. ഇലൈഹിൻ നുശൂർ, അള്ളാഹുവിലേക്ക് തിരിച്ചു പോകണമെന്ന ബോധ്യം നിങ്ങൾക്കുണ്ടാകണം. അള്ളാഹുവിനെ മറന്നുകൊണ്ട് ദുനിയാവിൽ നിങ്ങൾ ജീവിച്ചാൽ ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞ ഒരുപാട് മുൻ സമൂഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചരൽ വർഷം കൊണ്ട് നശിപ്പിച്ച സമൂഹം ഉണ്ടായിട്ടുണ്ട്. അവരെ കുറിച്ചൊക്കെ നിങ്ങൾ ഓർക്കണം. അതേപോലെയുള്ള ശിക്ഷാ നടപടികൾ നിങ്ങൾക്ക് നേരെയും വരുന്നതിനെ കരുതലോടുകൂടെ ഇരിക്കണം എന്ന അതിശക്തമായിരിക്കുന്ന താക്കീതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമുക്ക് നൽകുന്നത്. തുടർന്ന് 18-ാമത്തെ വചനത്തിൽ വലഖദ് കദബല്ലദീന മിൻ ഖബ്ലിഹിം ഫകൈഫ കാന നകീർ. കദബ കളവാക്കി, ലഖദ് കദബ തീർച്ചയായും കളവാക്കി, അല്ലദീന ഒരു വിഭാഗം ആളുകൾ, മിൻ ഖബ്ലിഹിം അവർക്ക് മുമ്പുള്ള ആളുകൾ. അപ്പൊ അവർക്ക് മുമ്പുള്ള ആളുകൾ വ്യാജമാക്കിയിട്ടുണ്ട്, കളവാക്കിയിട്ടുണ്ട്. ഫകൈഫ കാന നകീർ, ഫകൈഫ എങ്ങനെയാണ്, കാന ആയത്, നകീർ എന്റെ വെറുപ്പ്, എന്റെ പ്രതിഷേധം എങ്ങനെയായിരുന്നു. അതാണ് ഈ ആയത്തിന്റെ അർത്ഥം. വലഖദ് കദബല്ലദീന മിൻ ഖബ്ലിഹിം ഫകൈഫ കാന നകീർ. തീർച്ചയായും അവർക്ക് മുമ്പുള്ളവരും നിഷേധിച്ചു തള്ളിയിട്ടുണ്ട്, അപ്പോൾ എന്റെ പ്രതിഷേധം എങ്ങനെയായിരുന്നു. അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണം. ദുനിയാവിനെ അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താനും ഇഷ്ടമായ മാർഗത്തിലൂടെ സമ്പാദിക്കുവാനും ഭക്ഷിക്കുവാനും ഭക്ഷിപ്പിക്കുവാനും ഒക്കെ നിങ്ങൾക്ക് കഴിയണം. അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷയുണ്ടാകുമെന്ന മുന്നറിയിപ്പ് 18-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത്, സത്യനിഷേധികൾക്ക് മുമ്പുള്ളവർ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ പലരും നിഷേധിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ പലതിനെയും അവർ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അപ്പോഴെല്ലാം അത്തരം ആളുകളെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ടോ എന്ന് കൃത്യമായി അള്ളാഹു സത്യനിഷേധികളെ ഓർമ്മപ്പെടുത്തുകയാണ്. ആകാശത്ത് നിന്നോ ഭൂമിയിൽ നിന്നോ അള്ളാഹു വല്ല ശിക്ഷയും നിങ്ങളെ സൃഷ്ടിക്കുകയാണെങ്കിൽ അതിൽ നിങ്ങൾ നിർഭയരാകുമെന്ന് വിചാരിക്കരുത്. നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ആ ഒരു പരിണിത ഫലമായിട്ടാണ് ഇതെല്ലാം നിങ്ങൾ അനുഭവിക്കുന്നത് എന്ന കൃത്യമായ ഓർമ്മപ്പെടുത്തൽ അള്ളാഹു സുബ്ഹാനഹു വ തആല 18-ാമത്തെ വചനത്തിലൂടെ നൽകുകയാണ്. നിങ്ങളെക്കാളും മുമ്പുള്ള പലരും നിങ്ങളെക്കാളും വലിയ സത്യനിഷേധികളും ധിക്കാരികളുമായപ്പോ തീർച്ചയായും അവരെയൊക്കെ പല വിധത്തിലുള്ള ശിക്ഷാമുറകളെ കൊണ്ട് നാം പരീക്ഷിച്ചിട്ടുണ്ട് എന്ന കൃത്യമായ ഓർമ്മപ്പെടുത്തൽ ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. അതുകൊണ്ട് അല്ലാഹു നമുക്ക് ജീവിക്കുവാനും നമുക്ക് ഉപജീവനം കണ്ടെത്തുവാനും നൽകിയിട്ടുള്ള ഈ ഭൂമിയിൽ എത്ര കാലമാണ് നമ്മൾ താമസിക്കുക, എത്രയാണ് നമ്മുടെ ജീവിതം നമുക്കറിയില്ല. പക്ഷേ ജീവിക്കുന്ന കാലം അള്ളാഹുവിന്റെ പൊരുത്തത്തിലൂടെ മാത്രം ഈ ദുനിയാവിനെ ഉപയോഗപ്പെടുത്തുവാനും, അദ്ദുന്യാ മസ്റഅത്തുൽ ആഖിറ, ദുനിയാവെന്ന് പറയുന്നത് ആഖിറത്തിലേക്കുള്ള കൃഷിയിടമാണ്. ആ ആഖിറത്തിലേക്കുള്ള കൃഷി മറന്നുകൊണ്ടുള്ള ഒരു ജീവിതവും ദുനിയാവിലാക്കരുത്. എന്നാൽ ദുനിയാവിൽ നമ്മൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടി, മറ്റുള്ള മാതാപിതാക്കളുടെ ജീവിതത്തിന് വേണ്ടി നമ്മൾ നയിക്കുകയും ജോലിയെടുക്കുകയും സമ്പാദ്യം കണ്ടെത്തുകയൊക്കെ വേണം. എന്നാൽ പരലോകത്തെ മറക്കാനും പാടില്ല. അങ്ങനെ മറന്നുകൊണ്ട് ദുനിയാവിന്റെ പിന്നാലെ മാത്രം പോയാൽ അള്ളാഹുവിന്റെ ശക്തമായിരിക്കുന്ന ശിക്ഷ ഉണ്ടാകുമെന്ന ശക്തമായിരിക്കുന്ന മുന്നറിയിപ്പുകളാണ് ഈ ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. പഠിക്കാനും പകർച്ചാനും അള്ളാഹു നൽകിയിട്ടുള്ള അവസരങ്ങളെ, സന്ദർഭങ്ങളെ അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുവാനും നമുക്ക് ഏവർക്കും റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലീ വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.